മോഡല് വണ്ടികൾക്ക് ഏറെക്കുറെ നമ്മുടെ വണ്ടിയുടെ പറയണ്ട ഏറെക്കുറെ തന്നെ മൈലേജ് കിട്ടും. ഈ വണ്ടി കൊണ്ടുപോയാൽ നോക്കൂല, കാരണം ഈ സൗണ്ട് ഇൻഷുറൻസും ബാക്കി എല്ലാം പക്കയാണ്. അല്ല, ഈ മീറ്റർ ഒരു ലെജൻഡറി മീറ്റർ ആണ്. ഇത് പണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഏത് മോഡലാ വണ്ടി? 90 മോഡൽ, 1990 മോഡൽ വണ്ടി. 34 വർഷം പഴക്കമുള്ള എറണാകുളം രജിസ്ട്രേഷൻ വണ്ടി. ഇതിപ്പോ നിലവിൽ കൊടുക്കാൻ പ്ലാനുണ്ട്. എന്തൊക്കെയാ അതിനകത്ത് ചെയ്തിട്ടുള്ള വർക്ക്? എല്ലാം ചെയ്തേക്കണം. എഞ്ചിൻ മാത്രമേ ഉള്ളൂ പഴയത്. എഞ്ചിൻ മാത്രമേ ഉള്ളൂ. പിന്നെ പ്ലേറ്റിങ് ഇതൊക്കെ നോക്കിയേ, ഇതെല്ലാം കണ്ടോ? ഈ പ്ലേറ്റിംഗ് ഉണ്ട്. തിളക്കമുണ്ട് വണ്ടിക്ക്. എല്ലാം പ്ലേറ്റിംഗ്, നല്ല കിടിലം തിളക്കമുണ്ട് വണ്ടിക്ക്. ഇത് കണ്ടോ? പെയിന്റിങ് ഓൾമോസ്റ്റ് എല്ലാ പെയിന്റിങ് തീർന്നിരിക്കണെന്ന് തോന്നുന്നു. ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. ഇതിനകത്ത് പെയിന്റ് എന്ന് പറയാൻ മാത്രമേ ഇതും മാത്രമേ ഉള്ളൂ, വേറെ പെയിന്റ് ഇല്ല. കണ്ടോ? നമ്മുടെ ഇതിനകത്ത് കിക്കർ ഷാഫ്റ്റ് ഇത് അടിക്കുമ്പോൾ നമ്മൾ അകത്തേക്ക് കയറിക്കുന്ന സാധനമുണ്ട്, ഭയങ്കര വിലയുള്ള സാധനം. അത് മാറ്റിയിട്ടേക്കണം. ഇത് കണ്ടോ? ഈ കാർബറേറ്റർ 2650 രൂപയുടെ. നിങ്ങൾ ആരെ വേണേലും കാണിച്ചു കൊടുത്തേക്കോ. ഇതിനകത്ത് എന്തെങ്കിലും പഴയ സാധനം ഉണ്ടെങ്കിൽ എല്ലാം പൂത്ത സാധനങ്ങളാണ്. ടയർ നോക്കിയാൽ 2 MRF ഇത് സീറ്റ് കംപ്ലീറ്റ്. ഈ സീറ്റ് അറിയണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു നട്ടും ഈ നട്ടും അപ്പുറത്തെ നട്ടും ഉണ്ട്. സീറ്റിംഗ് എടുക്കാം, അകത്തേക്ക് നോക്കിക്കോ. പുതിയ ബാറ്ററി അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യും, മാറ്റിയിടാവുന്നില്ല. പുതിയ ബാറ്ററി, ഇത് പുതിയത്, എല്ലാ സാധനവും. ഇത് കണ്ടോ? ഇതൊന്നും പ്ലേറ്റിംഗ് അല്ല, മറ്റേ നമ്മുടെ സാധാ വണ്ടിയുടെ. ഇതൊന്നും പ്ലേറ്റിംഗ് അല്ല. ഈ കണ്ണാടി വേറെ, ഈ കണ്ണാടി യമഹയുടെ. ഇതൊക്കെ ഞാൻ തപ്പി പിടിച്ച് വെച്ചതാ. അതൊക്കെ ഞാൻ ഈ കേരളം മൊത്തം നടന്നിട്ട് തപ്പി പിടിച്ച കണ്ണാടിയാണ്. വണ്ടി ഭ്രാന്തനായിട്ടല്ല. ഞാൻ ഒരു 90 തുടങ്ങി ഞാൻ യമഹ ഉപയോഗിക്കുന്നതാണ്. എനിക്ക് വേറൊരു വണ്ടി യമഹയോടാണ് താല്പര്യം, അതായത് RS പോലുള്ള സ്ട്രോക്ക് വണ്ടികളോടാണ് താല്പര്യം. ഇതിനു മുമ്പ് എനിക്ക് SD വണ്ടിയായിരുന്നു. SD ഉണ്ടായിരുന്നു 350. അപ്പോൾ ഞാൻ പിന്നെ വേറൊരു വണ്ടിയിലേക്ക് മനസ്സിലായത്. ഇതൊക്കെ പ്ലേറ്റിങ്, അതൊക്കെ കണ്ടോ? ഇതെല്ലാം പ്ലേറ്റിങ്. ഇത് കണ്ടോ? ഇതെങ്ങനെയാ ഇരിക്കണേ സാധാ വണ്ടിയുടെ? അല്ല, ഇതൊക്കെ ഇതേപോലെ ഇരിക്കണ സാധനം. വണ്ടി ടോട്ടൽ ഫുൾ കണ്ടീഷൻ ആണ് വണ്ടി. ഇത് കണ്ടോ? സൈഡ് സ്റ്റാൻഡ് നോക്കി. പിന്നെ നമുക്ക് നമ്മുടെ പുതിയ വണ്ടികൾ അല്ല, പഴയ വണ്ടി ഇത് കാണുന്നവരൊന്ന് മനസ്സിലാക്കട്ടെ. ഇത് പണ്ടത്തെ ഒരു മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെട്രോളിന്റെ കൂടെ ഓയിൽ ഒഴിക്കുന്നതാണ്. അതിന് ഓയിൽ പമ്പ് അത് ഞാൻ ശരിയാക്കി തന്നേക്കാം. അതൊന്നും അല്ല, ഓയിൽ പമ്പ് ഒക്കെ റെഡിയല്ലേ? ഓയിൽ പമ്പ് ഇപ്പൊ റെഡിയല്ല. ഓയിൽ പമ്പ് വർക്ക്ഷോപ്പില്ല. അല്ല, ഓയിൽ മീറ്റർ ഇതല്ലേ? ഒരു മീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഓയിൽ ക്യാൻ വരുന്നുണ്ടല്ലേ? ചെറിയ ക്യാനിന്റെ. ഇത് നമ്മൾ ഇവിടെ ഒരു സ്ക്രൂ കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ മുകളിൽ അപ്പുറം ഇപ്പുറം പഞ്ചിങ്ങാ. ഇതും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കന്നാസ് ഉണ്ട്. അതിനകത്ത് 100 മില്ലിയ എത്ര മില്ലിയ? 1 ലിറ്റർ ഒഴിക്കാം. 1 ലിറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നാൽ ഒഴിക്കേ വേണ്ട. മീറ്റർ ഭാഗം എല്ലാം വർക്ക്. അതിന്റെ പ്രത്യേകത എന്നറിയോ? ഇത് കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ ഒലിപ്പുണ്ടാവില്ല. ഈ പാക്കേജിൽ ഒന്നും ക്ലീൻ ആയിട്ടിരുന്നോളൂ. അതാണ് സംഭവം. ഓയിലെസിലിട്ടുണ്ട് ആണല്ലേ? ഷോക്കെല്ലാം നല്ല, വേറെ ഓയിൽ സീലൊന്നും കംപ്ലൈന്റ് ഒന്നും ഇല്ല. ഒരു കേസും ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാം. ഞാൻ ഇതിനകത്ത് എനിക്ക് ഒരു കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. എന്നാന്നറിയോ? എന്താണ് കംപ്ലൈന്റ്? ഇവിടെ ഒരു ഇച്ചിരി പോറലുണ്ടായിരുന്നു. കണ്ടോ? ചെറിയൊരു പോറൽ ഇവിടെ ഉണ്ട്. അല്ലാതെ നിങ്ങൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കണ്ടെത്താൻ കഴിയില്ല. ഇത് ഞാൻ സത്യമായിട്ട് ഞാനത് പറയുന്നത്. കണ്ടോ? ഈ ഒരു അവിടെ ഒരു പോറലുണ്ടായിരുന്നു, അത് ഞാൻ ഇച്ചിരി പുട്ടി വെച്ചേച്ച് സ്വന്തമായിട്ട് പണിയെടുത്തു. അതെ. പിന്നെ ഈ ബാക്കിൽ വീല് മാറിയിട്ടുണ്ടോ? ഒന്നും അറിയില്ല. ബാക്കിലെ വീൽ എന്ന് പറഞ്ഞാൽ അത് SD വീലാണ്. സ്റ്റോക്ക് അത് വണ്ടിക്ക് ഒരു ഗുമ്മ് കിട്ടാൻ വേണ്ടിട്ടേ. ശരിയാ, ചെറിയ ടയർ വരുമ്പോ ഇപ്പത്തെ പിള്ളേർക്കൊക്കെ അട്രാക്റ്റീവ് ആയിട്ട് ചെറിയ MRF ടയർ രണ്ടും കണ്ടോ? MRFന്റെ ടയർ രണ്ടും ടയറാണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതൊരു പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാനത് പറയുന്നു, സാധനം അടിപൊളിയായിട്ടുണ്ട്. ഒരു മനുഷ്യനെ ഇങ്ങനെ ഇറക്കാൻ പറ്റില്ല. അത് സമ്മതിച്ചു. ഇത് കൊണ്ടു നടക്കാനും വേണം ഒരു കഴിവ്. ഇതുപോലെ പൊന്നു പോലെ നല്ല ക്ലീൻ ആയിട്ട് ഒരു പൊടി പോലും ഇല്ലാതെ ഇതുപോലെ കൊണ്ടു നടക്കാനും വേണം ഒരു കഴിവ്. അതാണ് മെയിൻ ആയിട്ട് പറയണേ. കാരണം അല്ല, വണ്ടി ആർക്ക് കളർ മാറ്റണമെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, വേറൊരു ടാങ്ക് മേടിച്ചാൽ മതി. അല്ല, കളറും ഇത് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറല്ലേ? ഇത് ബ്ലൂ തന്നെയല്ലേ പറയണേ? റെഡ് ഉണ്ട് എനിക്ക്, വേറെ ടാങ്ക്. വേറെ ടാങ്ക് ഉണ്ട്. അപ്പൊ ഈ ടാങ്ക് മാറ്റണമെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാം. ഇതെന്നറിയോ? ഇതിന്റെ വാലറ്റത്തെ ഒരു സ്ക്രൂ മാത്രമേ ഉള്ളൂ. അതും കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 പഞ്ചിങ്ങാണ്.
അപ്പൊ ഈ രണ്ട് പൊക്കി എടുത്ത് കഴിഞ്ഞാൽ പോകുന്നു. പിന്നെ കവർ രണ്ടും ലൂസ്. ഇത് അടിയിൽ ഒരു സ്ക്രൂ മാത്രമേ ഉള്ളൂ, ഇവിടെ 2 പഞ്ചിങ്, അതും എടുത്തു കഴിഞ്ഞാൽ അതും പോരും. അപ്പൊ വണ്ടിയുടെ പെയിന്റിങ് മാറുവാണെങ്കിൽ അല്ല പെയിന്റിങ് മാറുവാണെങ്കിൽ ഈ പീസ് മാത്രമേ ഉള്ളൂ മാറ്റാനായിട്ട്. വേറെ എല്ലാ പീസും അലുമിനിയം കോട്ടിങ് പോലത്തെ ഒരു സാധനം ഒന്നുമില്ല. വണ്ടിയുടെ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വെച്ച് മാറ്റാൻ നമുക്ക്. ഇപ്പൊ ജലാട്ടിലേക്ക് നമ്മളിവിടെ ഒരു കവലയിൽ നിന്ന് അങ്ങ് വീട്ടിലേക്ക് പോയി വീട്ടിൽ കൊണ്ട് തിരിച്ച് ഈ വണ്ടി വരുമ്പോ വേറെ കളറായിരിക്കും. ചേട്ടൻ നിലവിൽ വേറെ വണ്ടി ഉണ്ടോ ഇപ്പോ? എനിക്ക് റെഡ് ടാങ്ക് ഉണ്ട്. റെഡ് ടാങ്ക് ഉണ്ട്, വണ്ടിയില്ല അല്ലേ? അത് കൊള്ളാം. അതേതായാലും വേറെ വണ്ടി ഉണ്ട്. പിന്നെ നമ്മുടെ എടുക്കാൻ വേണ്ടിയിട്ടാണ്, അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വിൽക്കുന്നത്. ഇത് ഞാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം പുത്തൻ സാധനങ്ങളും ഇത് പണ്ടത്തെ പോലെ ഞാൻ കേരളം മൊത്തം നടന്നിട്ട് ഇൻഡിക്കേറ്ററൊക്കെ വർക്കൗട്ടോ മനസ്സിലായത്. കേരളം മൊത്തം നടന്നിട്ടാ എല്ലാ സാധനങ്ങളും ഒപ്പിച്ചല്ലേ? ഒപ്പിച്ചത് അല്ല ഇത് നമ്മുടെ ലൈറ്റിന്റെ അല്ലേ സ്വിച്ച്? ലൈറ്റിന്റെ സ്വിച്ച്. ഇതോ? ഇതും ഹെഡ്ലൈറ്റിന്റെ. ഇത് സ്ലോ ഡിം ആവും. ചോക്ക് ചെയ്ത് കണ്ടോ? ഇത് വലിക്കാം. അത് ചോക്ക്. അപ്പുറ സൈഡിലായിട്ട് സ്വിച്ചസ് ഒന്നും വരുന്നില്ല. കംപ്ലീറ്റ് ഓക്കെയാണ്. മൈലേജ് എങ്ങനെ കിട്ടുന്നുണ്ട് വണ്ടിക്ക്? അല്ല അല്ല ഏറെക്കുറെ അല്ല 90 മോഡല് വണ്ടികൾക്ക് ഏറെക്കുറെ, നമ്മുടെ വണ്ടിയുടെ പറയണ്ട, ഏറെക്കുറെ തന്നെ മൈലേജ് കിട്ടും. നമ്മളൊക്കെ പുതിയ കാലത്തെ വണ്ടി വേറൊരു വണ്ടി വിറ്റ് വെച്ചിരിക്കുന്ന അതിനൊരു 50 കിലോമീറ്റർ കിട്ടും. 53 എനിക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് കാണിച്ചു തന്നാ. ഒരു 50 കിലോമീറ്റർ കിട്ടും. അല്ല 50 കിലോമീറ്റർ നല്ല മൈലേജ് ആണ്. പിന്നെ 50 കിലോമീറ്റർ സ്കൂട്ടറിനൊക്കെ എത്ര കിട്ടുന്ന കരുതിയിരിക്കണേ? അല്ല ഈ പിന്നെ ഇത് വേറെ കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ റോട്ടിൽ കൂടെ വാഹനം ഓടിച്ചോണ്ട് പോകുമ്പോ ആൾക്കാർ നോക്കൂല നമ്മളെ. ഈ സൗണ്ട് ഈ വണ്ടി കൊണ്ടുപോയാൽ നോക്കൂല. കാരണം ഈ സൗണ്ട് കേൾക്കുമ്പോ ആൾക്കാരുടെ നോട്ടമുണ്ട്. ഇതൊക്കെ പുതിയ കേട്ടോ, ഒന്നും പറയാല്ല. സെന്റർ സ്റ്റാൻഡ് എല്ലാം ഓക്കെ. ഇത് എന്നാ പ്രത്യേകത എന്നറിയാമോ? ഇതിന്റെ എഞ്ചിൻ ബോർ ചെയ്തേക്കണം. അപ്പൊ 40 കിലോമീറ്റർ സ്പീഡിൽ ഇപ്പൊ വിടരുത്. പിന്നെ പിസ്റ്റണും എഞ്ചിനും ബോർ ചെയ്തേക്കണം. 4500 രൂപ അതിന്റെ റേറ്റ്. അപ്പൊ അത് കുറച്ച് ഓടിക്കഴിഞ്ഞിട്ട് അത് ട്യൂൺ ചെയ്യണം. ട്യൂൺ ചെയ്താലാണ് കറക്റ്റ് സൗണ്ടും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അത് അവര് പറഞ്ഞ 1000 കിലോമീറ്റർ ഓടിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇപ്പൊ 1000 ഒന്നും ആയിട്ടില്ല. ഞാനിപ്പൊ ഒന്ന് വിളിച്ചായിരുന്നു, നീ കൊണ്ടാ ട്യൂൺ ചെയ്ത് തരാന്ന് പറഞ്ഞു. എന്റെ സൗണ്ട് ക്ലീൻ ചെയ്യണം. ഇൻഷുറൻസും ബാക്കി എല്ലാം പക്കയാണ്. 28 വരെയുള്ള ടാക്സും ഇൻഷുറൻസ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ടെസ്റ്റ് ലാസ്റ്റ് എന്നായിരുന്നു ടെസ്റ്റ് നടത്തിയിട്ട് ഇപ്പൊ ഒത്തിരി ആയില്ല. 28 വരെ ഉണ്ട്. 28 വരെ പേപ്പറും ടാക്സും എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാ സംഭവങ്ങളും. അല്ല ഈ മീറ്റർ ഒരു ലെജൻഡറി മീറ്റർ ആണ്. ഇത് പണ്ടത്തെ നമ്മുടെ മീറ്ററേ, അതായത് സാമുറായി, RX100 ഇങ്ങനെയുള്ള 2 സ്ട്രോക്ക് അതിന്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ളൊരു ഇതാണ്. അതായത് വേറെ ഓഡോമീറ്റർ അല്ല, കിലോമീറ്റർ ഉണ്ട്. പിന്നെ നമുക്ക് ഇത് കൂട്ടും സ്പീഡോമീറ്റർ ഉണ്ട്. ഈ 2 മീറ്റർ വരുന്നുള്ളൂ. പിന്നെ 2 ഇൻഡിക്കേറ്റർ, പിന്നെ ന്യൂട്രൽ, പിന്നെ ഹൈ ബീം. അത് പാസ്സല്ലോ. എല്ലാ സംഭവങ്ങളും ഓക്കെയാണ്. ഒന്നും നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാനില്ല. പിന്നെ ഇവിടെ ഇത് കൂടെ ഹാൻഡിൽ ലോക്ക് വരുന്നല്ലേ? ഹാൻഡിൽ ലോക്ക് വരുന്നത് ഒരു പൈസ മുടക്കാതെ ഞാൻ ഉറപ്പ് പറയും. അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനകത്ത് മെയിനും റിസർവും ഉണ്ടോ? ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. മുകളിലേക്ക് മെയിൻ. ഓക്കെ. ഇതിപ്പോ ഓഫ് ചെയ്തിട്ടേക്കോ എന്നിട്ട് പിന്നെ വേറെ കേബിൾസ് നോക്കുമ്പോഴാണെങ്കിലും നല്ലൊരു വൈബ് ഉണ്ട്. നിങ്ങൾ ഓടിച്ചിട്ടുണ്ടെടുക്കുമ്പോ ഈ ബ്രേക്കും ഈ ക്ലച്ചും ബ്രേക്കും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. എന്റെ കൈ ചെറുതായ കാരണം ക്ലച്ചൊക്കെ ഇച്ചിരി അങ്ങ് ഒതുക്കി വെച്ചേക്കണം. അത് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നു. അത് നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞിട്ടാണ് ശരിയാക്കണം. നിങ്ങൾക്ക് പാകത്തിന് വയ്ക്കാം. ബ്രേക്കും അല്ല നിങ്ങളുടെ ബ്രേക്ക് അല്ലല്ലോ എൻ്റെ ബ്രേക്ക്. അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. ചെറിയ കാര്യങ്ങളെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടായിട്ട് ചെയ്യാവുന്നു. എന്തെങ്കിലും ഡിഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഡിഫക്റ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഡിഫക്റ്റ് ആയിട്ടൊന്നും തോന്നില്ല. വണ്ടി അതിൽ നല്ല കളറായിട്ടുണ്ട്. നല്ല എവിടെ വെച്ചാലും ഓട്ടത്തിലും ആൾക്കാർ അട്രാക്റ്റീവ് ആവും. പിന്നെ വണ്ടി എവിടെ ഇരുന്നത് കൂട്ടത്തിൽ അത്ര വണ്ടികളുടെ ഇടയ്ക്ക് ഇരുന്നപ്പോഴും ഈ വണ്ടി വണ്ടി ആ ഒരു ഇതുണ്ട്. അതിന്റെ ഒരു കൊള്ള ഏതായാലും സാധനം റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഇതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കണം. ഒന്ന് സ്റ്റാർട്ടാക്കി പിടിച്ച് ഒന്നും കൂടെ നമുക്ക് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇപ്പൊ സൗണ്ട് ആയിട്ടില്ല. ട്യൂൺ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, അത് എഞ്ചിൻ ബോർ ചെയ്തേക്കണ 4500 രൂപ അതിന്. എഞ്ചിനും പിസ്റ്റനും ബോർ ചെയ്തേക്കണ. ഏത് ഗിയറിലെടുക്കും? ഇതിലേക്ക് ഒന്നോടെ തട്ടിയേക്ക. ഈ വണ്ടി അങ്ങനെ ഒരു പ്രശ്നം. ഏത് ഗിയറിലും വണ്ടി എടുക്കും. ഒരു കാര്യം ചെയ്യുക, തട്ടിയേക്ക. അപ്പോൾ ഗൈസ് നമ്മുടെ കേരളത്തിലെ കുറേ ആൾക്കാരുടെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ സൗണ്ട് കേട്ട് തന്നെ ആൾക്കാർ മനസ്സിലാക്കുമ്പോൾ അതേ ഒരു RX100 പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ സൗണ്ട് നോക്കുന്നു. ഞാൻ ഈ വണ്ടിയിൽ ഏതെങ്കിലും വഴിക്ക് നിന്ന് കഴിഞ്ഞാൽ ഈ Yamaha
എമീന്തി ചോദിക്കും ആൾക്കാർ, ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ചോദിക്കും എമീന്തി ചോദിക്കും. അല്ലാത്തവർക്ക് അറിയാം. ചുമ്മാ ചോദിക്കുക എമീന്തി. സൗണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. സൗണ്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അത് ട്യൂൺ ചെയ്യണം. ട്യൂൺ ചെയ്ത് വേണമെങ്കിൽ തരാം നിങ്ങൾക്ക്. ഇത് തന്നെ മതി. ട്യൂൺ ചെയ്യണമെങ്കിൽ ചെയ്തുതരാം. അപ്പൊ ഇതാണ് കേട്ടോ ഈ സാധനത്തിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് ഈ വണ്ടി നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് സൗണ്ട് ശരിയാക്കാം. പൊട്ടുകൂടൊന്ന് പൊട്ടണോ? പിള്ളേരൊക്കെ പോണോട്ടെ. പിന്നെ വണ്ടി ഓടുന്ന സമയത്ത് കൈ അഴിച്ചു കഴിയുമ്പോൾ തന്നെ ടക്ക് ടക്ക് ശരിയാക്കാം. അതാണ് ശരിയാക്കുക. എല്ലാം ശരിയാക്കാം. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുക്കാം. അപ്പോൾ പുള്ളിനെ വിളിച്ചാൽ മതി, നമുക്ക് വണ്ടി വേണമെങ്കിൽ മേടിക്കാം. അല്ല കിട്ടുന്ന സാധനമാണ്. ഞാനൊന്ന് ഓടിച്ചു നോക്കി. സീറ്റ് കംപ്ലീറ്റ് പണിതാക്കാണ് കേട്ടോ. ഇതിനകത്ത് ഒന്നുമില്ല, നിങ്ങളൊക്കെ അഴിച്ചു നോക്കിക്കോ. ഒരു കറ ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കാശ് ഞാൻ തിരിച്ചു അപ്പൊ തന്നെ. വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആളോട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചോ. പക്ഷെ സാധനം ഏതായാലും നല്ല മുറ്റ് മുതലായിട്ടുണ്ട്. എവിടെ ഈ സാധനമായിട്ട് നിങ്ങൾ എപ്പോഴേയും പൊക്കോ. 10 കൊല്ലം നിങ്ങൾ ഉപയോഗിച്ചോ, നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു പണിയും ഒരു കിക്കർ സ്പ്രിങ് വരെ ഞാൻ ഒറിജിനലായിട്ടാണ്. ഞാൻ സത്യമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾ വിളിച്ചോളൂ. നല്ല കിടിലം വണ്ടിയും കൂടെയാണ് സാധനം. സോ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 2 സ്ട്രോക്ക് ഭ്രാന്തനാണ് ഗൈസ്. പിന്നെ ഈ സൗണ്ടിൻ്റെ ബിഗ് ഫാനാണ്. സോ RX100 ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ വേണമെങ്കിൽ കണ്ണാടിയൊക്കെ മേടി തരാം. RX100 കണ്ണാടി വെച്ച് തരാം. അതും ഇരിപ്പുണ്ട്. പുത്തൻ സാധനം ഇരിപ്പുണ്ട്. എല്ലാ സാധനമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വണ്ടി മേടിക്കാൻ മുതൽ കൊള്ളാതായാലും ആര് കണ്ടാലും ഒന്നും പറയില്ല മോനെ. അത്രയ്ക്ക് ക്യാഷ് കണ്ടോ അവിടെ ഒരു ഇച്ചിരി പാട് കണ്ടാണ് ഞാൻ അതെന്നാ കാണിച്ചേ. അവിടെ ഒരു ഇച്ചിരി പാട് കണ്ടാണ്. ഇതാണ് വണ്ടി സൂക്ഷിക്കാന്ന് പറയണേ.